ശബരിമലയിൽ നടന്നത് വീണ്ടും ഞെട്ടിപ്പിക്കുന്ന കൊള്ളയെന്നുള്ള വിവരങ്ങൾ SIT പങ്കുവെക്കുമ്പോൾ സത്യത്തിൽ ശബരിമല അയ്യൻ്റെ കയ്യിൽ ഇനി ആകെയുള്ള പൊന്ന് ആ കാണുന്ന കൊടിമരത്തിൽ പൂശിയിട്ടുള്ള പൊന്നും ഇനി ആളുകൾ നൽകാമെന്ന ആഗ്രഹത്തോടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പൊന്നും മാത്രമാണ്. ബാക്കി ശബരിമലയ്ക്കകത്തുണ്ടായിരുന്ന മുഴുവൻ പൊന്നും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി വേർതിരിച്ച് വിറ്റു എന്നും അതൊക്കെ നടന്നത് മദ്രാസ് കേന്ദ്രീകരിച്ചാണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും ഒക്കെ പറയുന്ന വിവരങ്ങൾ SIT ഇന്ന് സമർപ്പിച്ചപ്പോൾ കേരളമാകെ സത്യത്തിൽ ഞെട്ടുകയാണ്. ശബരിമല അയ്യപ്പൻ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളോടൊപ്പം തന്നെ കേരളത്തിലെ മനുഷ്യരുടെ ആകെയും ഏറ്റവും അറിയാവുന്ന അല്ലെങ്കിൽ ഒരു സാമാന്യ ജനങ്ങളുടെ ഇടയിൽ പോലും കേൾക്കുന്നതും പറയുന്നതുമായ ഒരു ദൈവിക വിശ്വാസ കേന്ദ്രമാണ് ശബരിമല. അവിടേക്ക് ഓരോ തവണയും ലക്ഷക്കണക്കിന് ഭക്തർ എത്തുമ്പോൾ ആ പോകുന്ന വഴികളിൽ അവർ മുഴക്കുന്ന ശരണമന്ത്രവും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുമൊക്കെ ഈ വാവരുമൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു സവിശേഷമായ ഇടമെന്നുള്ള നിലയിൽ കേരള സമൂഹത്തിൻ്റെ ഹൃദയഭൂമികയിലൊന്നാണ് ശബരിമല ക്ഷേത്രം. ആ ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു സ്വർണവും ഇനി അവിടെ അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് കൊള്ളസംഘമാണ് അവിടെ പ്രവർത്തിച്ചത്. ഇത് സംരക്ഷിക്കേണ്ടവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ മുഴുവൻ കൊള്ള ചെയ്തു എന്നാണ് SITയുടെ ഇന്നത്തെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. വ്യാളി രൂപത്തിൻ്റെയും ശിവരൂപത്തിൻ്റെയും അടക്കം അതിൻ്റെ ഉള്ളിലുള്ള സർവ്വരൂപങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ വേർതിരിച്ചു വിറ്റു എന്നാണ് SIT പറയുന്നത്. സംഗതി ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ സവിശേഷമായ ഈ അറക്കപ്പൊടി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു പണ്ട്. ഈ അറക്കപ്പൊടിക്ക് കേരളം മുഴുവൻ അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. മരം ഇങ്ങനെ നമ്മൾ പലകകളായും മറ്റും തടിമില്ലിൽ ഛേദിക്കുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന പൊടി ഉപയോഗിച്ച് പണ്ട് ആളുകളൊക്കെയും ഈ പാചകത്തിനും മറ്റുമൊക്കെ ഇന്ധനമായി ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സേമിയ ആശാൻ ഈ പറയുന്ന അറുക്കപ്പൊടിയുടെ അടുപ്പിലാണ് സേമിയ തിളപ്പിച്ച ശേഷം വെച്ച് സൈക്കിളിൻ്റെ പുറകിൽ വെച്ചുകൊണ്ട് കൊണ്ടു നടന്ന് വിൽക്കുന്നത്. അന്ന് ഇതിൻ്റെ നടുവിൽ ഉലക്ക വെച്ചിട്ട് അതിൽ പിടിച്ചു നിന്ന് ചവിട്ടി താക്കുമായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ. പിന്നെ ചായപ്പീടികകളിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ വലിയ പുകയും തീയും ഒന്നും കാണില്ല. പക്ഷേ അടുത്ത് ചെന്നാൽ അതികഠിനവും വളരെ സ്ഥിരവുമായ ഈ ചൂടും അതുപോലെ തന്നെ അഗ്നിയുമൊക്കെയാണ് അതിലുണ്ടാവുക. ശബരിമല വിഷയം അതുപോലെയാണ് കേരളത്തിൽ. ഇടതുമുന്നണിക്ക് മേൽ ഭരിക്കുന്ന സർക്കാരിന് മേൽ അകലെ നിന്നൊന്നും കാണുന്നില്ലെങ്കിലും അത്രമേൽ ശക്തമായി ഓരോ വിശ്വാസിയുടെയും ഹൃദയം അഗ്നി ജ്വലിക്കുന്ന രീതിയിൽ കഠിനമായ രീതിയിലുള്ള വികാരമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ പറയുന്ന കൊള്ള യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത് നിയന്ത്രിക്കപ്പെടേണ്ടവരുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിവരം ഇപ്പോഴും പുറത്തു വരുന്നത്. ഇതിനെയൊക്കെ രാഷ്ട്രീയമായി ഇതെവിടം വരെ എത്തും. കഴിഞ്ഞ ദിവസം കടകംപള്ളിയിലേക്കെത്തി. അതുപോലെ മുൻ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന പ്രശാന്തിനെ ഒന്ന് ചോദ്യം ചെയ്തു, ഇനിയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. 3.5 മണിക്കൂറോളമാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതെന്ന് പറയുന്നു. അത് ചോദ്യം ചെയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങനെ ചോദ്യം ചെയ്ത വിവരം പുറത്തു വരുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷയവുമായി മാറി. ഇതിലേക്ക് അതിനു മുമ്പ് സോണിയാഗാന്ധിയെ കണ്ട അടൂർ പ്രകാശിനെയോ ആൻ്റണിയെയോ ബെന്നി ബെഹനാനെയോ ഒക്കെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിൻ്റെ ചൂടും ചൂരും ഇല്ലാതാകുന്നില്ല. ഇത് കർശനമായി ശിക്ഷിക്കപ്പെടേണ്ട, കേരളത്തിലെ ഏതെങ്കിലും ഒരു ദേവാലയം കൊള്ള ചെയ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ചിലരൊക്കെ ഇതിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും സൂചന നൽകുകയും നമ്മളൊക്കെ യൂട്യൂബിലൂടെ പറയാൻ വേണ്ടിയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ശബരിമലയാണ്, ഗൗരവമുള്ളതാണ്, വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. അവിടെയൊക്കെ നമ്മൾ ഒരു യൂട്യൂബ് വർത്തമാനത്തിലൂടെ പലതും പറഞ്ഞുകൂടാ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പലതിലും മൗനം പാലിച്ചത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വളരെ ഭീകരമായ, ആരും വിചാരിക്കുന്നതിനപ്പുറത്തുള്ള കൊള്ളയാണ് അവിടെ നടന്നത് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനാപഹരണങ്ങളിൽ ഒന്നാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ് താനും.